നടുവേദന ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർ മസിൽസ് സ്ട്രെങ്തൻ അല്ലാത്തതുകൊണ്ടാണ്. കോർ മസിൽസ് എന്ന് പറഞ്ഞാൽ വയറിലുള്ള മസിൽസ്, അതുപോലെ ബാക്കിലുള്ള മസിൽസ്, നമ്മുടെ പെൽവിക് മസിൽസ്. ഇതിന് സ്ട്രെങ്തൻ ചെയ്യാനുള്ള കുറച്ച് എക്സസൈസ് ഉണ്ട്. ഞാൻ അത് കുറച്ച് ഈ വീഡിയോ സഹിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമായിട്ട് പെൽവിക് ടിൽറ്റ് എന്നുള്ള എക്സസൈസ് ആണ്. ഓക്കെ, ഇത് ആന്റീരിയർ പെൽവിക് ടിൽറ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ കിടന്നതിന് ശേഷം കൈ താഴെ സപ്പോർട്ട് ചെയ്ത് ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ ഉയരുക. ഒരു 5 മുതൽ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വീണ്ടും താഴോട്ട് വരിക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 or 10 പ്രാവശ്യം ചെയ്യാം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് ഉണ്ടല്ലോ, വയറുള്ള മസിൽസ് ടൈറ്റ് ആയിട്ട് സ്ക്യൂസ് ചെയ്ത് പിടിക്കുക. രണ്ടാമത്തെ എക്സസൈസ് കാറ്റ് കൗ സ്ട്രെച്ച് എന്നുള്ള എക്സസൈസ് ആണ്. അതായത് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ കൈകളും അത് മുട്ടും നിലത്തിട്ടതിന് ശേഷം നമ്മളൊരു ടേബിൾ ടോപ്പ് പൊസിഷൻ പോലെ ആക്കുക. അതിനുശേഷം ശ്വാസം എടുക്കുന്ന സമയത്ത് ബാക്ക് താഴേക്ക് ആർച്ച് ചെയ്യുക, കൗ പോലെ. അതിനുശേഷം ശ്വാസം പുറത്തോട്ട് വിടുന്ന സമയത്ത് നമ്മുടെ പുറവശം, അതായത് ബാക്ക് മുകളിലേക്ക് കർവ് ചെയ്യുക. ഇത് സ്പൈനിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, നമ്മുടെ മസിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മാർഗ്ഗമാണ്. ബ്രിഡ്ജിങ് എക്സസൈസ് നമ്മൾ ആദ്യം കിടക്കുക, അതിനുശേഷം നമ്മളെ മുട്ട് മടക്കി വെക്കുക, അതിനുശേഷം നമ്മുടെ കാല് കുറച്ച് അകത്തി ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഷോൾഡർ നിലത്തുകൊണ്ട് തന്നെ ഇങ്ങനെ മൂവ് ചെയ്യുക. ഒരു 2 മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ബാക്കിന്റെ മസിൽസ് ടൈറ്റൺ ആവുന്നോ, കോർ മസിൽസ് സ്ട്രെങ്തൻ ആവുന്നോ കാണാനായിട്ട് പറ്റും. അടുത്തൊരു എക്സസൈസ് ആണ് ബേർഡ് ഡോഗ് എക്സസൈസ് എന്ന് പറയുന്നത്. അതും ഈ ടേബിൾ ടോപ്പ് പൊസിഷൻ നേരത്തെ പറഞ്ഞ പോലെ ഇരിക്കുക. അതുപോലെ റൈറ്റ് ഹാൻഡ് തൊട്ട് ലെഫ്റ്റ് ലെഗിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കുക, വീഡിയോ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം മറ്റേ കൈ കൊണ്ട് ഇതുപോലെ ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്യുക, ഒരു 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഒരു 5 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് നോക്കുക. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ശ്വാസം സ്വാഭാവികമായിട്ട് എടുക്കുക. ഹാംസ്ട്രിങ് സ്ട്രെച്ച് എക്സസൈസ് ആണ്. അത് ഇരുന്നതിന് ശേഷം ഒരു ലെഗ് അല്ലെങ്കിൽ 2 ലെഗ് നീട്ടി വയ്ക്കാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ സ്ലോലി നമ്മുടെ ആ ഒരു കാലിലോട്ട് തൊടുന്നതാണ് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ. അങ്ങനെ ഒരു 20 പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇനി അടുത്തൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ പൈരിഫോമിസ് സ്ട്രെച്ച് എക്സസൈസ് എന്ന എക്സസൈസ് ഉണ്ട്. അത് നമ്മൾ കിടന്നതിന് ശേഷം മുട്ട് മടക്കി വയ്ക്കുക, ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, അങ്ങനെ ലെഫ്റ്റ് തൈ ചെസ്റ്റിലേക്ക് പുള്ളി ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യാം. ഇനി അടുത്ത് ചൈൽഡ് പോസ് എന്നുള്ളൊരു യോഗ തരത്തിലുള്ള എക്സസൈസ് ഉണ്ട്. അത് നമ്മൾ മുട്ടൂത്തി ഇരുന്ന് ഹീല് ടച്ച് ചെയ്യുന്നിരുന്നതിന് ശേഷം നമ്മൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. സ്പൈനിന്റെയും ഹിപ്പ് മസിൽസിനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണിത്. സീറ്റഡ് ട്വിസ്റ്റ് എന്നുള്ള എക്സസൈസ് ആണ്. നമ്മൾ എവിടെയെങ്കിലും ഇരുന്നതിന് ശേഷം നമ്മുടെ ലെഗ് സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് നമ്മൾ പതുക്കെ നമ്മുടെ ഇടുപ്പ് കൊണ്ട് ഒരു സൈഡിലോട്ട് പോവുക, പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് പോവുക. വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്യുന്നത് നമ്മുടെ പോസ്റ്റർ സപ്പോർട്ടിനും ബാക്ക് പെയിൻ കമ്പാരിറ്റീവ്ലി കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വ്യായാമങ്ങളാണ്. ഈ പറഞ്ഞിരിക്കുന്ന വ്യായാമങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പെയിൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മുടെ കോർ മസിൽസ് സ്ട്രെങ്തൻ ആയാൽ ബാക്ക് സ്പൈനിലോട്ടുള്ള വേദന മാക്സിമം കുറയുകയും നമ്മുടെ മസിൽസ് ആ ഒരു വെയിറ്റ് എടുത്തോളും. അതോടുകൂടി നമ്മുടെ ബാക്ക് പെയിൻ കുറയും. ഇനി നിങ്ങൾക്ക് കാലിൽ തരിപ്പുണ്ടാവുന്നുണ്ട്, മലമൂത്രം അറിയാതെ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ വന്നാൽ അതിനർത്ഥം നമ്മുടെ സ്പൈന് ഹെർണിയേഷൻ ഉണ്ടായിട്ട് നെർവിലോട്ട് അത് ടച്ച് ആവുന്നുണ്ട്. അത് നമുക്ക് എക്സസൈസ് കൊണ്ട് മാറ്റാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ആളുകളോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.